മാധ്യമപ്രവർത്തകനായ ശ്രീ കെ ജെ ജേക്കബ് തത്സമയം ചേരുകയാണ്. ശ്രീ കെ ജെ ജേക്കബ്, ഇതിപ്പോൾ ആശങ്കയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത്രയും ജനങ്ങൾ അവർ തന്നെ ഇപ്പോൾ ന്യൂസ് 8ന്റെ ലൈവത്തോടെ ഇന്ന് നടന്നപ്പോൾ തന്നെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യമാണ് ഇത്. പേടിയോടുകൂടി തന്നെയാണ് കഴിയുന്നത് എന്ന്. പിന്നെയുള്ളത് ഓൾട്ടർനേറ്റീവ് എന്നുള്ള കാര്യമാണ്. 2014 സുപ്രീം കോടതി വിധിയിൽ അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവിന്റെ കാര്യമേ പറയുന്നില്ല. പക്ഷേ എംപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളായി അതെടുത്തു പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ഓൾട്ടർനേറ്റീവും, ഒന്ന് പുതിയ ഡാം എന്ന കേരളത്തിന്റെ പ്രഖ്യാപനം, രണ്ട് ഈ കുറച്ചുകൂടി താഴെയായിട്ട് ടണൽ നിർമ്മിച്ച് അങ്ങനെ മുല്ലപ്പെരിയാറിലെ റിസർവോയറിലെ ജലനിരപ്പ് എപ്പോഴും കുറച്ചു നിർത്തുക, അങ്ങനെ ഡാമിന് ബലക്ഷയം ഉണ്ടാകാതെ, കൂടുതൽ ബലക്ഷയം ഉണ്ടാകാതെ സംരക്ഷിക്കുക. ഈ രണ്ട് കാര്യങ്ങളും സംസ്ഥാന സർക്കാരുകൾക്ക് വിട്ടിരിക്കുകയാണ്, കേരള സർക്കാരിനും തമിഴ്നാട് സർക്കാരിനും. അതല്ലാതെ സുപ്രീം കോടതി അതിനകത്തൊരു പ്രത്യേകമായി ഒരു ഉത്തരവ് രൂപേണ ഒന്നും പറഞ്ഞിട്ടില്ല. സംസ്ഥാനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ അതിലെന്തുകൊണ്ടാണ് ഒരടി പോലും മുന്നോട്ട് കാര്യങ്ങൾ പോകാത്തത്? അതാണ് സൊല്യൂഷൻ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലെങ്കിൽ. അതൊരു സൊല്യൂഷനായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുള്ളതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സത്യത്തിൽ അത് റിയൽ ഒരു സൊല്യൂഷൻ ആണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്, ഇപ്പം നമ്മളെ സംബന്ധിച്ച് 2014 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യത്യാസം മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ട്, മുല്ലപ്പെരിയാർ ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് സീസ്മിക്കലി, ഹൈഡ്രോളജിക്കലി, സ്ട്രക്ചറലി സ്ട്രോങ് ആണെന്നാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വന്ന ഹർജികളൊക്കെ സുപ്രീം കോടതി പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതിന്റെ കാരണം 2014 റിപ്പോർട്ടാണ്. അതിന്റെ അകത്ത് എന്ത് വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മളിപ്പോ പറയേണ്ടത്. അതിന് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പം നാടിന്റെ മുമ്പിലുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് വയനാട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ സർക്കാർ ആലോചിക്കേണ്ടത്, വയനാട്ടിൽ നടന്നതുപോലെ അതിദ്രുത മഴ സംഭവിക്കുകയാണ്. ഇപ്പൊ 2 ദിവസം കൊണ്ട് 573 mm മഴയാണ് വയനാട്ടിൽ കിട്ടിയത്. ഇപ്പം നമ്മൾ ഈ പശ്ചിമഘട്ടത്തിലെ ഒരു കണക്കെടുത്തിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ഈ നമുക്ക് കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ കിട്ടിയ മഴയുടെ കണക്കെടുത്ത് അത് പ്രൊജക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മഴ ഈ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ സംഭവിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് നമുക്ക് പ്രൊജക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം നമുക്കുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന പ്രീകോഷൻസ് എന്തൊക്കെയാണ്? അതിലെടുത്തു കഴിഞ്ഞാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇതാണ് നമ്മൾ സുപ്രീം കോടതിയോട് പറയേണ്ട കാര്യം, തമിഴ്നാടിനോട് പറയേണ്ട കാര്യം. തമിഴ്മാർക്ക് ആ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് നമുക്കവിടെ അണക്കെട്ട് ഉരുൾപൊട്ടുകയും ഇതുപോലെ വലിയ ജലപ്രവാഹം ചെറിയ സമയത്തിൽ ഉണ്ടാവുകയും നമുക്ക് മിറ്റിഗേഷനുള്ള സമയം കിട്ടാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനെക്കുറിച്ച് സത്യസന്ധമായി 4 പേര് കേട്ടാൽ വിശ്വസിക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യം സുപ്രീം കോടതിയുടെ മുമ്പിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു സഹാറയ്ക്ക് കൊടുത്ത ഒരു കോടതി രക്ഷ കേസിൽ കൊടുത്ത ഒരു ശിക്ഷയിൽ ഒന്നുള്ളത് 20 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ 2 കോടി രൂപ അത് സംസ്ഥാന സർക്കാരിന്റെ CMDRFിലേക്ക് അയക്കാൻ പറഞ്ഞു. അവിടേക്ക് ജഡ്ജിമാർക്ക് മനസ്സിലായി സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ കേരള എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ അത് നമ്മൾ ഇവിടെയുള്ള ലോക്കൽ സയന്റിസ്റ്റുകളെ കൊണ്ട് യാതൊരു കാര്യമില്ല. ഇത്രയും പല നമ്പറുകൾ നമ്മൾ നേരത്തെ എടുത്തതാണ്. റൂക്കിയെ കൊണ്ട് നമ്മൾ പണം കൊടുത്ത് റൂക്കിയെ കൊണ്ട് പഠിപ്പിച്ച് സുപ്രീം കോടതി പരിഗണിച്ചു പോലും ഇല്ല. അങ്ങനെയുള്ള കണക്കല്ല സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ തമിഴ്നാടിന് അസൈൽ ചെയ്യാൻ അൺഅസൈലബിൾ ആയിട്ടുള്ള, ആര് കണ്ടാലും വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോയിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ട്, അതിന് ഞങ്ങൾക്ക് ഇന്ന രീതികളിലൊക്കെ മാത്രമേ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നമുക്ക് അവിടുന്ന് സ്പിൽവേയുടെ വെള്ളം തിരിച്ചുവിടാം, നമുക്ക് ചെറുതോണി അണക്കെട്ട് തുറക്കാം. ഇതിന്റെ ഒക്കെ സമയം കണക്കാക്കി സുപ്രീം കോടതിയോട് നമ്മൾ പറയേണ്ടി വരും. ഇന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂറിൽ ഇത്ര വെള്ളം കിട്ടി, ഇത്ര മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള കണക്കുകളുണ്ട്, ഞങ്ങൾക്കിത് താങ്ങാൻ വയ്യാത്ത ഒരു അവസ്ഥ വരും, ഇതിന് മുല്ലപ്പെരിയാർ അണക്കെട്ട് അൺസ്റ്റേബിൾ ആകും എന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ലാതെ നമ്മൾ ഇതിലൊക്കെ ബഹളം വെച്ചിട്ട്, അതായത് താങ്കൾ ഇപ്പോഴും പറയുന്ന നിയമപരമായ വഴികളെ നടക്കുകയുള്ളൂ, അതല്ലാതെ 2 സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് ഇത് വരുവാൻ പറ്റുകയില്ല എന്നാണ്. അല്ല, അത് പറ്റും. ഇങ്ങനത്തെ ഒരു സ്റ്റഡി, മഞ്ജുഷ്, ഇങ്ങനത്തെ ഒരു സ്റ്റഡി നമുക്ക് തമിഴ്നാട്ടോടും കൂടെ നിങ്ങളോട് കൂടണം. കാരണം വയനാട്ടിൽ നമ്മൾക്ക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2ാമത്തെ ദുരന്തത്തിന്റെ വായിൽ നിൽക്കുകയാണ് നമ്മൾ. അപ്പം ഞങ്ങൾക്ക് വയനാട്ടിൽ സംഭവിച്ചത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അപ്പം മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് താങ്ങാൻ വയ്യ. പറ്റുമെങ്കിൽ തമിഴ്നാടിനോട് കൂടി പഠിക്കാൻ വേണ്ടി സമ്മതിക്കുക, അല്ലെങ്കിൽ തമിഴ്നാടിനെ എതിർക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്റ്റഡി നമ്മൾ നടത്തിയിട്ട് നമ്മൾ തമിഴ്നാടിനോട് സംസാരിക്കുക.
നിങ്ങൾ കൂടി പിന്നെ സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോകാൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ നമ്മൾ പണ്ട് നമ്മൾ തമിഴന്മാരോട് ഞാൻ രാവിലെ ചർച്ചയിൽ പറഞ്ഞു, പുതിയ അണക്കെട്ട് പുതിയ കരാർ എന്നുള്ള അസംബന്ധം പറഞ്ഞത് കൊണ്ടാണ് തമിഴ്നാട്ടുകാർ ഇത്രയധികം നമ്മളോട് എതിർപ്പ് കാണിക്കുന്നത്. അതല്ലാത്ത ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാവും. കേരളത്തിൽ പിന്നെ പ്രളയം വന്നപ്പോൾ അവരിങ്ങോട്ട് സാധനം കയറ്റി അയച്ചതാണ്. നമ്മൾ ചെന്നൈയിൽ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് വിട്ടതാണ്. നമ്മൾ തമ്മിൽ റിലേഷൻസ് മോശമല്ല. പിന്നെ വയനാട്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയാം. ഈ പുതിയ സാഹചര്യത്തിൽ ഇതെങ്ങനെ നേരിടാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് സത്യസന്ധമായിട്ട്, അതല്ലാതെ നമ്മൾ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി പറഞ്ഞതുപോലെയുള്ള ഉഡായിപ്പ് വർത്തമാനങ്ങളല്ല പറയേണ്ടത്. നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമുക്ക് മുല്ലപ്പെരിയാറിനെ താങ്ങാൻ പറ്റില്ല എന്ന സ്റ്റഡി നമുക്ക് സ്വയം ബോധ്യമാകണം. ഇതിന് മുമ്പേ സംഭവിച്ചതൊക്കെ നമ്മൾ പറയുന്ന നിങ്ങളെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ എടുത്ത് വായിച്ചു നോക്കണം. ഈ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പിന്നെ അദ്ദേഹം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് പരിഗണിച്ചു പോലുമില്ല. അത് അവർ പറഞ്ഞ 2014 അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പരിഗണിക്കുന്ന പോലുമില്ല. അത് തമാശാക്കികളെയാണ് ചെയ്തത്. അപ്പം നമ്മൾ സെൻസിബിൾ ആയിട്ടുള്ള, മനുഷ്യർ കേട്ടാൽ വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ശ്രീ കെ ജെ ജേക്കബ്, ശ്രീ ഷോൺ ജോർജ്